സന്ധ്യയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇന്നലെ സന്ധ്യയെ കണ്ട പോലീസുകാരൊന്നടങ്കം ഞെട്ടി. സ്വന്തം മക്കളെ മറ്റുള്ളവർ സ്നേഹിക്കാത്തതിലും ഉപദ്രവിക്കുന്നതിലും വേദനപ്പെടുന്ന അമ്മമാരെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ അച്ഛനും അച്ഛൻ്റെ വീട്ടുകാരും കുട്ടിയെ സ്നേഹിക്കുന്നതാണ് ഈ അമ്മയ്ക്ക് വലിയ പ്രശ്നമുണ്ടാക്കിയത്. ഇതെന്തൊരു വൈരുദ്ധ്യം നിറഞ്ഞ വാർത്തയാണ്. നിരന്തരമായി കല്യാണിയെയും സഹോദരനെയും ഈ അമ്മ ആക്രമിക്കുമായിരുന്നു. ടോർച്ച് കൊണ്ട് 2 പേരുടെയും തലക്കടിച്ചതായും ആ കുട്ടി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാനസിക പ്രയാസം ഒരിക്കലും സന്ധ്യയ്ക്കില്ല എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഭർത്താവിൻ്റെയോ സന്ധ്യയുടെയോ കുടുംബത്തിൽ നിന്ന് യാതൊരുവിധ പ്രശ്നങ്ങളും സന്ധ്യ നേരിട്ടിട്ടില്ലായിരുന്നു. അങ്ങനെയിരിക്കെ എങ്ങനെയാണ് സന്ധ്യക്ക് ഇത്തരമൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. മുമ്പും പലതരത്തിൽ ഇവരെ ഇല്ലാതാക്കുവാൻ ഈ അമ്മ ശ്രമിച്ചു എന്നുള്ള വാർത്ത നെട്ടലും അതിലേറെ വിഷമവുമാണ് നൽകിയത്. ജീവിച്ച് കൊതി തീരും മുമ്പേ സ്വന്തം മകളെ തന്നെ ഇത്തരത്തിൽ ചെയ്ത ഈ അമ്മ ഒരിക്കലും തന്നെ ദയ അർഹിക്കുന്നില്ല. കൊടുക്കാവുന്നതിൽ പരമാവധി ശിക്ഷ തന്നെ ഈ സ്ത്രീക്ക് വാങ്ങി നൽകണം. ഇതുപോലുള്ള വാർത്തകൾ നമ്മൾ കേട്ടതെല്ലാം അവിഹിതത്തിൽപ്പെട്ട് കാമുകൻ്റെ കൂടെ ജീവിക്കുവാനുള്ള ആഗ്രഹം മൂത്ത സ്ത്രീകൾ ചെയ്തതായിരുന്നു. സന്ധ്യക്കും അത്തരത്തിലുള്ള അവിഹിത ബന്ധമുണ്ടായിരുന്നോ എന്നുള്ളതും ഈ ക്രൂരകൃത്യത്തിൽ ആരെങ്കിലും സന്ധ്യയെ സഹായിച്ചോ എന്നുള്ള കാര്യത്തിലും ഇനി വ്യക്തമായ ചോദ്യം ചെയ്യലും ഇതിൻ്റെ പിന്നിലെ കാരണങ്ങൾ കണ്ടെത്തേണ്ടതുമാണ്. ആദ്യം കാണാനില്ല എന്നുള്ള മൊഴിയാണ് ഈ അമ്മ പറഞ്ഞത്. പിന്നീട് പാലത്തിൻ്റെ ഭാഗത്ത് ഉപേക്ഷിച്ചെന്നും പിന്നീടാണ് താൻ തൻ്റെ കുഞ്ഞിനെ സ്വന്തം കൈകൊണ്ട് തന്നെ ഇത്തരമൊരു അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത ഈ അമ്മ പറഞ്ഞത്. സന്ധ്യയുടെ ഒരു പ്രവർത്തനം പോലീസുകാരെ ഒന്നടങ്കം തന്നെ ഞെട്ടിച്ചു. കാരണം താനെന്തോ പുണ്യകർമ്മം ചെയ്ത തരത്തിലാണ് കഴിഞ്ഞ ദിവസം സന്ധ്യ എന്ന ഈ യുവതി ചെയ്ത കാര്യം. സ്വസ്ഥമായി ഉറങ്ങി എന്നാണ് പോലീസ് പറയുന്നത്. അതുതന്നെ ഈ കാര്യങ്ങൾ ഇവർക്ക് യാതൊരു മനപ്രയാസവും ഇതുവരേക്കും തന്നെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് തെളിയിക്കുന്നത്. ആർക്കാണ് ഇത്തരമൊരു നീചകൃത്യം ചെയ്തുകൊണ്ട് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുക? നാടു കരഞ്ഞു കല്യാണിക്കുട്ടിക്ക് വിട പറഞ്ഞു. എത്ര വലിയ പ്രയാസമായിരിക്കും ആ പെൺകുട്ടി ആ വേളകളിൽ സഹിച്ചത്. കുഞ്ഞിനെ അറിയാവുന്നതാണ്. ഞങ്ങളെപ്പോഴും നല്ല സ്നേഹമൊക്കെ ആയിട്ട് കല്യാണി എന്നും പറഞ്ഞ് എപ്പോഴും വിളിക്കും. ഇതിലെ പോകുമ്പോൾ ശാന്താമ്മയെന്നും പറഞ്ഞ് എന്നെയൊക്കെ വിളിക്കാറുണ്ട്. പറയാൻ പറ്റില്ല. മിനിയാന്നും കൂടെ അതിൻ്റെ അച്ഛൻ തലേന്ന് പേനൊക്കെ കൊലടെ കണ്ടിട്ട് പോയത്. ഞങ്ങളുടെ ഭർത്താവിൻ്റെ ഏട്ടൻ മരിച്ചു. അപ്പോൾ ഇവിടെ അക്കരെ ഇതിൽ നടന്ന് ഞങ്ങൾ പോയത്. അപ്പം അന്നേരം അവൾ കൂടി ഇരിക്കുന്നതുകൊണ്ട് ഞാൻ വിളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ആ പുള്ളിക്കാരത്തേക്ക് ആണെങ്കിലും അവരുടെ അച്ഛമ്മയൊക്കെ ആയിട്ട് ഞങ്ങൾ കൂട്ടൊക്കെ ആയിട്ട് നടക്കുന്നത്. തൊഴിലുറപ്പിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എപ്പോഴും വിളിക്കുക. അല്ലാണ്ട് തന്നെ എപ്പോഴും നല്ല സ്നേഹമായിട്ടൊക്കെ കഴിയണവർ ഞങ്ങളായിട്ട്. എന്തുകൊണ്ടാണ് പുള്ളിക്കാരിങ്ങനെ ചെയ്യുന്നത്? എന്താ ചെയ്ത് ഇവർ കൊച്ചുങ്ങളെ സ്നേഹിക്കുക എന്നും പറഞ്ഞുകൊണ്ടാണ്. അനിയന്മാരൊക്കെ ഭയങ്കര കാര്യം. അവർക്ക് പെൺപിള്ളേരൊന്നുമില്ല. 3 ആണുങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു കൊച്ചുള്ളത്. അപ്പം അതിന് സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നാണ് പറയണത്. പുള്ളിക്കാരി ആരോടും മിണ്ടൊന്നുമില്ല. ഞങ്ങളോട് പോലും എന്ത് ചോദിച്ചാലും പോലും മിണ്ടില്ലത്. അങ്ങനെയുള്ള സ്വഭാവം. അവരായിട്ട് അവിടെ അതാ വീട് അവർക്ക് അവിടെ ഇരിക്കുള്ളൂ. എന്തെങ്കിലും അത്യാവശ്യം പണിയൊക്കെ ചെയ്തിട്ട് അവിടെ ഇരിക്കുള്ളൂ. പെരുമാറിന് അവർക്ക് ഈ അനിയന്മാർ അമ്മയൊക്കെ സ്നേഹം കൊടുക്കണം. അവർക്ക് പെരുമാറാൻ കിട്ടണില്ലെന്ന് പറയുന്നത്. കൊച്ചിന് സ്നേഹമായിട്ട് അങ്ങനെ ഇപ്പോൾ 2 പ്രാവശ്യം കണ്ടായി കൊച്ചുങ്ങൾക്ക്. ആദ്യം അവൾ ഐസ്ക്രീമിലും കണ്ട് എലിവിഷം ഒക്കെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്.